ранку ми захищаємо нашу державу наодинці. Як і вчора, найпотужніші сили світу спостерігають здалеку. Мы вас видим. Это значит, что вы нас услышали. Это значит, вы нам начинаете верить. Боритесь за нас, боритесь против войны. ഡിസംബർ 13, 2021 ഞാൻ പോണത് ഇവിടുന്ന്. കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് പോയത്. പിന്നെ ദുബായിലൊരു ലേ ഓവർ ഉണ്ടായിരുന്നു. അങ്ങനെ യുക്രൈനിലെത്തി. യുക്രൈനിൽ കാർക്കീവ് എന്ന സ്ഥലത്തായിരുന്നു എൻ്റെ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നത്. അവിടുത്തെ ഫോർമാലിറ്റീസ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർത്തിട്ട് ഹോസ്റ്റലിലെത്തി. ഹോസ്റ്റലിൽ റൂമിലെത്തി. അവിടെ 3 പിള്ളേരുണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. ഹരിയാനയിലായിരുന്നു അവർ. ഡിഷ, തമന്ന, കനിഷ്ക, ഇവർ 3 പേരായിരുന്നു. നല്ല രസമൊക്കെ തന്നെയായിരുന്നു. ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഹോസ്റ്റൽ ലൈഫ് ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു 1.5 മാസം 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ അറിഞ്ഞു തുടങ്ങിയത് റഷ്യ എന്തോ യുദ്ധം തുടങ്ങുന്നുണ്ട് എന്നുള്ളൊരു ഇങ്ങനെ സംസാരം വന്ന് തുടങ്ങിയത്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു അതൊന്നും അത്ര വലിയ കാര്യമില്ല. എന്താ വെച്ചാൽ കൊല്ലങ്ങളായിട്ട് ഇത് കേൾക്കുന്നുണ്ട് ഇങ്ങനത്തെ സംഭവം. We have reason to believe the Russian forces are planning to and intend to attack Ukraine in the coming week, in the coming days. We believe that they will target Ukraine's capital, Kyiv, a city of 2.8 million innocent people. We're calling out Russia's plans loudly and repeatedly, not because we want a conflict, but because we're doing everything in our power to remove any reason that Russia may give to justify invading Ukraine and prevent them from moving. യുക്രൈനെ വളഞ്ഞാക്രമിച്ച റഷ്യ. തലസ്ഥാനമായ കിയേവിൽ ഏറ്റുമുട്ടൽ ശക്തം. രണ്ടാമത്തെ വലിയ നഗരമായ ഖാർക്കിവ് തിരിച്ചുപിടിച്ചെന്ന യുക്രൈൻ. Tonight at 10, we're live in Ukraine, a country at war after a huge Russian military offensive by land, sea, and air. The onslaught began just before dawn with a barrage of missiles on multiple targets right across the country. റഷ്യ യുക്രൈൻ യുദ്ധം ഇന്ത്യയുടെയും ഉറക്കം കെടുത്തുകയാണ്. ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ട വാർത്ത രാജ്യത്തെയാകെ നടുക്കുന്നു. എൻ്റെ പേര് ശ്രീലക്ഷ്മി. വീട് കൂറ്റനാട്, പാലക്കാടാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, 2 ഏട്ടന്മാർ. വലിയ ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ചേച്ചി, 2 പിള്ളേരാണുള്ളത്. ഞാൻ +2 വരെ പഠിച്ചിട്ടുള്ളത് ബദനി സെൻറ്റ് ജോൺസൺ അവിടെയാണ്. പിന്നെ അത് +2 കഴിഞ്ഞപ്പോഴേക്കും കൊറോണയായി. പിന്നെ +2 കഴിഞ്ഞപ്പോൾ ഡോക്ടർ നീറ്റ് റിപ്പീറ്റ് ചെയ്യാന്നൊക്കെ കരുതി. അത് കിട്ടിയില്ല. യുക്രൈൻ ചൂസ് ചെയ്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഏട്ടൻ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു കസിൻ ബ്രദർ അവിടെ തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു ആ ടൈമിൽ. പിന്നെ എല്ലാ രാജ്യത്തേനും വെച്ച് നോക്കുമ്പോൾ കുറച്ച് ചിലവ് കുറവാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് അങ്ങോട്ട് ചൂസ് ചെയ്തത് ആ സ്ഥലം. അപ്പോൾ +2 കഴിഞ്ഞു, നീറ്റ് എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാനെല്ലാം ചെയ്തു തുടങ്ങി. തൃശ്ശൂർ ഒരു ഏജൻറ് ഉണ്ടായിരുന്നു. ആളുടെ വഴിയാണ് എല്ലാം ശരിയാക്കിയത്. പിന്നെ ഡിസംബർ 13, 2021 ഞാൻ പോണത് ഇവിടുന്ന് പോണത് പറഞ്ഞാൽ കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് പോയത്. അവിടുന്ന് കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. ഒരു 4-5 പിള്ളേരുണ്ടായിരുന്നു.
പക്ഷേ എൻ്റെ കൂടെ വെറ്റിനറിക്ക് പഠിക്കാനല്ല, അവർ MBBS വേറെ സ്ഥലത്തേക്കായിരുന്നു. ഞങ്ങൾ ഒപ്പം തന്നെ ആയിരുന്നു. കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് രാത്രി ഒരു 9 മണിയുടെ ഫ്ലൈറ്റിലായിരുന്നു പോയത്. പിന്നെ ദുബായിൽ വെച്ചൊരു ലേ ഓവർ ഉണ്ടായിരുന്നു, ഒരു 11 hours ലേ ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് യുക്രൈനിലെത്തിയിട്ട് കുറേ കഷ്ടപ്പാടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു എയർപോർട്ടിൽ ഞാനൊരു 3 hours സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, എല്ലാ ഇമിഗ്രേഷനും എല്ലാം കഴിഞ്ഞ് വരാൻ. എല്ലാം തീർന്ന് എത്തി. പിന്നെ ഞാൻ കീവിലാണ് അവിടെ ഇറങ്ങുക. കീവിലാണ് മെയിൻ എയർപോർട്ടുള്ളത്. കീവിൽ ഞാൻ ഇറങ്ങി. അന്ന് രാത്രി ആയതുകൊണ്ട് അവിടെ ഒരു ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യേണ്ടി വന്നു. എന്നിട്ട് അടുത്ത ദിവസം പുലർച്ചെ രാവിലെ ഞാൻ എൻ്റെ സ്ഥലത്തേക്ക് പോയി. അവിടെ ഏജൻറ്റിൻ്റെ വേറെ ആൾക്കാരുണ്ടായിരുന്നു, അവർ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് എൻ്റെ ഹോസ്റ്റലിൽ എത്തിച്ചു. അവിടുത്തെ ഫോർമാലിറ്റീസ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർത്തിട്ട് ഹോസ്റ്റലിലെത്തി. ഹോസ്റ്റലിൽ റൂമിലെത്തി. അവിടെ 3 പിള്ളേരുണ്ടായിരുന്നു, മീൻസ് നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. ഹരിയാനയിലായിരുന്നു അവർ. തമന്ന, ഇഷ, കനിഷ്ക, ഇവർ 3 പേരായിരുന്നു. നല്ല രസമൊക്കെ തന്നെയായിരുന്നു. ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഹോസ്റ്റൽ ലൈഫ് ഉണ്ടാവണത്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ലൈഫ്. അത് കഴിഞ്ഞിട്ട് ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇമിഗ്രേഷൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ യൂണിവേഴ്സിറ്റി പോയി. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു 1.5 മാസം 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ അറിഞ്ഞു തുടങ്ങിയത്, റഷ്യ എന്തോ യുദ്ധം തുടങ്ങുന്നുണ്ട് എന്നുള്ളൊരു ഇങ്ങനെ സംസാരം വന്ന് തുടങ്ങിയത്. അത് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ആയാലും എല്ലാവരും കൂടെ അറിഞ്ഞു തുടങ്ങി. അപ്പോൾ വീട്ടിലായാലും എല്ലാവർക്കും പേടി ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, പക്ഷെ ഞങ്ങൾ വിചാരിച്ചു അതൊന്നും അത്ര വലിയ കാര്യമില്ല. എന്താ വെച്ചാൽ കൊല്ലങ്ങളായിട്ട് ഇത് കേൾക്കുന്നുണ്ട് ഇങ്ങനത്തെ സംഭവം. ഞാൻ വിചാരിച്ചു അത് അത്ര പ്രശ്നം ഉണ്ടാവില്ല, അങ്ങനെ തന്നെയാവും, എല്ലാ വട്ടം കേൾക്കണ പോലെ തന്നെയാവും എന്ന് കരുതി. അതിനുശേഷം February 21 ഞാൻ ഇങ്ങനെ ജസ്റ്റ് കാഷ്വലായിട്ട് പുറത്തൊക്കെ കറങ്ങി. അന്ന് രാത്രി വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഓരോ സാധനങ്ങൾ മേടിക്കാനും എൻ്റെ ഫ്രണ്ട്സിൻ്റെ, എൻ്റെ റൂംമേറ്റ്സിൻ്റെ കൂടെ പുറത്ത് പോകാനും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത്രയും നല്ല രസമായിരുന്നു ആ ദിവസം. അത് എനിക്ക് അത്ര ഓർമ്മയുള്ള ദിവസമാണ്. എന്താ വെച്ചാൽ അത്രയും തന്നെ. അടുത്ത ദിവസം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു, രാത്രി കിടന്നുറങ്ങി. പെട്ടെന്ന് രാവിലെ എൻ്റെ ഏട്ടൻ, ഇവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ ഏട്ടൻ, അച്ഛൻ, അമ്മയായിരുന്നു ഈ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അവിടെ എന്തോ യുദ്ധം ഉണ്ടെന്നൊക്കെ കേട്ടുമല്ലോ, ഇവിടെ ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ പറഞ്ഞു. ഞാൻ കിടന്നുറങ്ങണ ഹാങ് ഓവറിൽ പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, ഞാൻ കിടന്നുറങ്ങട്ടെ എന്ന്. പിന്നെ നോക്കുമ്പോഴാണ് ഹോസ്റ്റലിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാൻ പോയി നോക്കിയപ്പോൾ പറഞ്ഞു, രാവിലെ റഷ്യ കാർക്കീവിൻ്റെ ഏതൊരു സൈഡിലേക്ക് ഒരു മിസൈൽ ഇട്ടിട്ടുണ്ട് എന്ന്. അതിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, മലയാളി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഹോസ്റ്റലിൽ, വേറെ റൂംസിലാണ്. അവർ പറഞ്ഞു അവർ കേട്ടു, ഒരു 4:30-5 ആ സമയത്ത് അവർ ശബ്ദം കേട്ടു പറഞ്ഞു. ഒരാൾ ലൈറ്റ് കണ്ടു എന്നും പറഞ്ഞു, ഒരു എന്തോ പോണതിൻ്റെ. Сегодня случился самый страшный рассвет в моей жизни. Я в 5 утра просто встаю с кровати, слышу череду выстрелов, бегу на балкон и понимаю, что это не фейерверк. Это взрывы. На горизонте видно дым. До последнего я не могла поверить, что у нас, в моем родном городе, в Харькове, может происходить это, потому что мой город казался мне очень спокойным местом, несмотря на то, что мы находимся рядом с границей. അപ്പോൾ പിന്നെ എല്ലാവർക്കും ടെൻഷനായി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങളുടെ ഏജൻറ്റിനെ വിളിച്ചു. ഞാൻ മെസ്സേജ് അയക്കാനൊക്കെ ചെയ്യുന്നുണ്ട്, എൻ്റെ വീട്ടിൽ നിന്നും അയക്കുന്നുണ്ട് അവർക്ക്. എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ, ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പെട്ട് ഇരിക്കണത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്കിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാം. എൻ്റെ ഹോസ്റ്റലിന് തൊട്ടപ്പുറത്തുണ്ട് ഓരോ കടകൾ, സൂപ്പർ മാർക്കറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ATB എന്നാണ് അതിന് പറയുക. അപ്പോൾ ഞങ്ങൾ ATBയിലേക്ക് പോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. കുറേ നേരം നിന്നിട്ടാണ് ഞങ്ങൾക്ക് എല്ലാം കിട്ടിയത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഹോസ്റ്റൽ റൂമിലെത്തി. അന്നും ഞങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നു ഇൻസ്ട്രക്ഷൻസ്. പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നിങ്ങൾ വല്ല സൈറൻ കേൾക്കുക വെച്ചാൽ പെട്ടെന്ന് എണീറ്റ് മറ്റേ കോറിഡോറിലേക്ക് പോകണം, റൂമിൽ നിൽക്കരുത്. എന്താ വെച്ചാൽ ചിലപ്പോൾ ഇമ്പാക്റ്റ് കാരണം ഗ്ലാസ് പൊട്ടാം, അത് ഞങ്ങളുടെ മേത്തതാവാം. അപ്പോൾ ഞങ്ങളുടെ ഏജൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഏജൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചോളാൻ, പെട്ടെന്ന് അവിടുന്ന് കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം പാക്കൊക്കെ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ റെസ്റ്റ് എടുക്കായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് മെസ്സേജ് വന്നത്, പ്രത്യേകിച്ച് കാർക്കീവിക്ക് റഷ്യയുടെ ആർമി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്.
അപ്പോഴേക്കും സൈറനൊക്കെ വന്നു. സൈറൻ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു എല്ലാവരും അടിക്ക് ഈ ഹോസ്റ്റലിൻ്റെ ഏറ്റവും അടിയിൽ കുറച്ച് സ്പേസ് ഉണ്ട്, അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു. എല്ലാവരോടും ഹോസ്റ്റലിൽ എല്ലാ ആൾക്കാരോടും വന്ന് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തന്നു, എന്തോ വലിയ പ്രശ്നം വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവിടുത്തെ ബങ്കറിൽ പോയി ഇരിക്കണം എന്ന് പറഞ്ഞു. ബങ്കർ പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം തന്നെ കേൾക്കണം തന്നെ. ബങ്കറിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരി അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. ഏറ്റവും ഫസ്റ്റ് ഫ്ലോറിനെങ്ങാട്ടും ഏറ്റവും അടിയിലാവും ബങ്കർ ഉണ്ടാവുക. ഈ ഹോസ്റ്റലിൻ്റെ ബങ്കർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ പൊടി, ആകെ പൊടിയും എന്തൊക്കെയോ കുത്തണ സാധനങ്ങളോ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമായിരുന്നു. ഞങ്ങളവിടെ കൊണ്ടാക്കി. എന്നിട്ട് ഞങ്ങളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്താ ഉണ്ടാവണേന്നോ. ഫോണിലാണെങ്കിൽ ചാർജും കുറവൊക്കെ തന്നെയായിരുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് മെസ്സേജ് അയക്കേണ്ട പ്രശ്നമൊന്നുമില്ല, വിളിക്കാൻ പറ്റുമ്പോൾ വിളിക്കാന്നൊക്കെ പറഞ്ഞു. വീട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാവരും പേടിച്ചിട്ട് തന്നെയാണ് ഇരിക്കണത് ഇങ്ങനത്തെ അവസ്ഥയൊക്കെ കേൾക്കുമ്പോൾ. ഞങ്ങള് ശ്രീകൃഷ്ണയുടെ അച്ഛനും അമ്മയാണ്. എൻ്റെ പേര് ലത, ഇതിൻ്റെ പേര് ബാബുദാസ്. കല്യാണം കഴിഞ്ഞിട്ട് 36 വർഷമായി. ഞങ്ങൾക്ക് 3 മക്കളാണ്, 2 ആൺപിള്ളേർ, പിന്നെ ഇവള് ശ്രീലക്ഷ്മി, 3ാമത്തെ മോള്. അവൾ തന്നെ പഠിക്കാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുപ്പത്തിലും അതെ ഒരു ശാന്ത സ്വഭാവമായിരുന്നു. എന്താ വെച്ചാൽ 2 ആൺകുട്ടികളെ വളർത്തിയുള്ള ഒരു കൊണ്ടാവായിരിക്കാം. അവളെ വളർത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. നന്നായി പഠിക്കുകയൊക്കെ ചെയ്തായിരുന്നു. എനിക്ക് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവള് ഡാൻസ് അതിലൊക്കെ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. രാവിലെ എന്നെ എണീച്ചപ്പോൾ പേപ്പർ എടുത്തപ്പോൾ അത് കാണുന്നത് യുദ്ധത്തിൻ്റെതാണ്. ഞങ്ങൾ ഇത്രയും ഇതാവുമെന്ന് വിചാരിച്ചില്ല. കുറച്ച് കൊല്ലം മുന്നേ തന്നെ തുടങ്ങിയിട്ടുണ്ടല്ലോ അവിടുത്തെ യുദ്ധത്തിൻ്റെ ഓരോരോ ഇത് തുടങ്ങുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടായില്ല, കൊല്ലം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. പിന്നെയാണ് പെട്ടെന്ന് ഓരോ മിസൈലൊക്കെ വിട്ടു തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. The core reason of the invasion is that the Russian leader was unhappy when their neighboring country was trying to be a part of the European Union and NATO. After the breakdown of the Soviet Union, numerous countries were formed and gradually had become a part of the European Union and NATO. But whenever Ukraine tries to be a part of them, Russia was against it. Geneva Convention, and they brutally violate the international law, not only by attacking Ukrainian troops, not only by closing the Kerch Strait, trying to block the whole Azov Sea. De facto, it is an attempt of the occupying Azov Sea, but also this is not a precondition. This is the urgent demand of the whole world. Before the invasion, Russia restricted the goods and other essential needs of the Ukraine. When we look back at the history, we could easily understand that every war and invasion are the result of the stupidity of the rulers. ഞങ്ങളൊരു 4 മണി 5 മണി ആ സമയത്ത് ആ ബങ്കറിൻ്റെ ഉള്ളിൽ കയറ്റിയതാണ്. പിന്നെ ഒരു 9 മണി 10 മണി ആ ടൈം ആകുമ്പോഴേക്കും ഞങ്ങളതിന് വിട്ടു തിരിച്ചിട്ട് റൂമിലേക്ക് പൊക്കോളാൻ പറഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു ലൈറ്റ് ഒന്നും ഇടരുത്, ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർ കാണും, അപ്പം അറ്റാക്ക് ചെയ്യാൻ വരും, അതുകൊണ്ട് ലൈറ്റൊന്നും ഇടരുത്, ശബ്ദം ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. ഞങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പറ്റുന്ന ആൾക്കാർ ശബ്ദം ഉണ്ടാക്കാതെ കുക്ക് ചെയ്തു, ബാക്കിയുള്ള ആൾക്കാർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിലാണ് പെട്ടെന്ന് ഞങ്ങളോട് പറഞ്ഞത് അവിടുന്ന് വീണ്ടും ഷിഫ്റ്റ് ആയിക്കോളാൻ, ബങ്കറിലേക്ക് പോയിരിക്കണം, എന്തോ അവിടെ പ്രശ്നം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. രാത്രി 10 മണിയാകുമ്പോൾ ഞങ്ങളെ വീണ്ടും തിരിച്ച് കയറ്റി ബങ്കറിൻ്റെ ഉള്ളിലേക്ക്. എന്നിട്ട് പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല, അവിടെ കിടന്നുറങ്ങാൻ അല്ലാതെ വേറൊരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. നല്ല പൊടി നല്ലതായിരുന്നു. എങ്ങനെയൊക്കെ കിടന്നുറങ്ങിയെന്ന് ഇപ്പോൾ ആലോചിക്കാൻ കൂടെ പറ്റില്ല, അത്രയും അവസ്ഥയായിരുന്നു ഞങ്ങളുടെ. അപ്പോഴേക്കും എൻ്റെ ഏജൻറ്റിൻ്റെ ഫ്രണ്ട് ഉണ്ട്, വഹാബ് എന്ന് പറയും. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ അവിടെ ഇവിടെ ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ആൾക്ക് മെസ്സേജ് അയച്ചു. ആളായിരുന്നു എൻ്റെ അവിടുത്തെ ഏജൻറ്റ്, അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഇമിഗ്രേഷൻ്റെ കാര്യങ്ങളും എല്ലാം ചെയ്യേണ്ടതെന്ന് വഹാബ് സാറായിരുന്നു. അപ്പോൾ സാറ് വേറെ കുറച്ച് പിള്ളേരെ തന്നെ വേറെ ഹോസ്റ്റലിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഹോസ്റ്റലിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതറിഞ്ഞപ്പോൾ ഞാൻ ആ സാറിനോട് ചോദിച്ചു, എന്നാൽ എന്നെയും കൂടി കൊണ്ടുപോകും ഇവിടെ നിന്ന്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബങ്കർ ഇത്രയും പ്രശ്നമാണ്, ഇവിടെ നിൽക്കാൻ തന്നെ പറ്റില്ല. അപ്പോൾ സാറ് പറഞ്ഞു ശരി നീ പാക്ക് ചെയ്തോളോ, രണ്ട് ബാഗിൽ പാക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ 2 പെട്ടി അതൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും പറ്റില്ല. കുറച്ച് ഡ്രസ്സ്, ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് അത് മാത്രം എടുത്തിട്ട് എന്നോട് വന്നോളാൻ പറഞ്ഞു.
എന്നിട്ട് ഞങ്ങൾ സാറ് കാറിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നെയും കൊണ്ടുപോയി വേറെ 2 പിള്ളേരുണ്ടായിരുന്നു. അവരെ വേറൊരു ഹോസ്റ്റലിലേക്ക് ആക്കി. എന്നെ സാറിൻ്റെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു, സാറ് ഡയറക്റ്റായിട്ട് കൊടുന്നിട്ടുള്ള കുറച്ച് പിള്ളേർ അവരുണ്ടായിരുന്ന ഹോട്ടലിലേക്ക് ആക്കി. ഹോട്ടൽ മിറന്നായിരുന്നു പേര് ഹോട്ടലിൽ. എന്നിട്ട് എന്നെ അവിടെ ആക്കി. എന്നിട്ട് പറഞ്ഞു ഇവിടെ നിന്നോളാൻ, ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ചില സ്ഥലത്ത് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. നാട് റോഡിൽ തന്നെ മറ്റേ മിസൈൽ ഇങ്ങനെ കുത്തനെ നിൽക്കണൊക്കെ കാണാൻ പറ്റി ലൈഫിൽ. എന്നിട്ട് ഞങ്ങൾ മിററിലേക്ക് പോയി. എന്നിട്ട് എനിക്ക് ഫുഡ് തന്നു. എന്നിട്ട് അടിയിൽ പോയി ഇരുന്നു ബങ്കറിൽ. ആ ബങ്കർ പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, നല്ലൊരു സ്ഥലമൊക്കെ തന്നെയാണ്. പിന്നെ ഫുഡായ സമയത്ത് നമ്മളെ വന്ന് വിളിക്കും, അതും 2 നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഈ സമയമൊന്നുമില്ല, എപ്പോഴാണോ പറ്റണേ അതേപോലെ. എന്ന് വെച്ചാൽ ഫുഡിനും ക്ഷാമം വന്നു തുടങ്ങി, എല്ലാവർക്കും പുറത്ത് പോയി മേടിക്കാനൊന്നും പറ്റില്ല. ആ സമയത്താണ് ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ് മരിച്ചത് വെടിയേറ്റിട്ട്. On today is the death of an Indian student who was killed in Russian shelling in Ukraine earlier this afternoon. The Ministry of External Affairs confirming that 21-year-old Naveen Shekharappa, a final year medical student from Karnataka, died when Russian soldiers blew up a government building this morning. ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. യുക്രൈനിൽ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ മരണമുണ്ടായിരിക്കുന്നു. കർണാടകക്കാരനായ നവീൻ കുമാറാണ് ഹർക്കീവിൽ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ആ ഒരു ചേട്ടൻ ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയത് തന്നെയാണ്. അപ്പോൾ ആളേനെ ഇങ്ങനെ വെടിവെച്ച് കൊന്നപ്പോൾ എല്ലാവർക്കും പേടിയായി. പിന്നെ വീട്ടിൽ ഞാൻ എല്ലാവരും അറിയിപ്പിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. മെസ്സേജ് അയക്കാനും പറ്റുന്നുണ്ടായിരുന്നുള്ളൂ, വിളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ ഫോണിൽ ചാർജ് അധികം നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മെസ്സേജ് അയക്കും 3 നേരം, ഒരു പ്രശ്നവുമില്ല, ഞാൻ ഓക്കെയാണ് ഇവിടെ പറഞ്ഞിട്ട്. എന്തോ ഭാഗ്യത്തിന് ഇലക്ട്രിസിറ്റിയും ഇൻ്റർനെറ്റും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ കട്ടാവും, വാർ വന്നു കഴിഞ്ഞാൽ. ഏറെക്കുറെ 1 മാസം ഞാൻ അവിടെ യുക്രൈനിൽ പെട്ടിട്ടുണ്ട് ഈ യുദ്ധം തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ബങ്കറിൽ ഇരിക്കുന്നതായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് സാധാരണ ഈ റൂംസിലാണ് അലാം അടിക്കുക. അലാം അടിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് വേഗം പോകണം, അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് സൈറൻ അല്ലെങ്കിൽ അലാം അടിക്കണത്. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബങ്കറിൽ അലാം അടിച്ചു. അതെന്താ വെച്ചാൽ ഈ ഹോട്ടലിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബോംബ് വന്ന് പൊട്ടി. എന്തെങ്കിലും ഒരു തലനാരിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നെങ്കിൽ ഈ ഹോട്ടലിനുള്ളിൽ തന്നെ വന്ന് പൊട്ടിയേനെ. അപ്പോൾ എല്ലാവർക്കും പേടിയായി. ആ സാറിനൊക്കെ മനസ്സിലായി ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല, ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാവുമെന്ന് മനസ്സിലാക്കിയിട്ട് ആ സാറ് വേറെ കുറേ സീനിയർ ചേട്ടന്മാരും ഉണ്ട്, അവരെല്ലാവരും കൂടിയിട്ട് അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. നാളെ ഇവാക്യുവേഷൻ പ്ലാൻ പറഞ്ഞേക്കോ. നാളെ ഇവിടെ നിന്ന് ബൈ ട്രെയിൻ ഏതെങ്കിലും ട്രെയിൻ കിട്ടിയാൽ ലിവീവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക്, പക്ഷെ കാർക്കീവിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം. ബിക്കോസ് അറൌണ്ട് 8 കിലോമീറ്റർ ലെങ്ത്തിൽ ടാങ്കും 64 കിലോമീറ്റർ ലെങ്ത്തിൽ സോൾജേഴ്സും വരുന്നത്. നമ്മുടെ ബങ്കറിലാണെങ്കിൽ 500 സ്റ്റുഡൻസും ഉണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എന്നിട്ട് രാവിലെ ഞങ്ങൾ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കാർക്കീവിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കും. അത് ഞങ്ങൾ റിസ്ക് എടുത്തിട്ടാണ് ഞങ്ങൾ പോണത്. ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഡയറക്റ്റ് അവിടുന്ന് ലിവീവിക്ക് പോവും. ലിവീവിൽ നിന്ന് ഞങ്ങൾ ഓരോ ബോർഡറിലേക്ക് എത്തും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ തന്നെ കുറേ പിള്ളേരായിട്ട് ഓരോരോ സീനിയേഴ്സിനെ വെച്ച് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 10 പിള്ളേരിന് ഒരു സീനിയർ എന്ന് വെച്ചിട്ട് അങ്ങനെ അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളെ കുറച്ച് പിള്ളേരായിട്ട് കാർക്കീവ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടെത്തിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു ഒരു 10 മണി സമയത്താണ് ട്രെയിന്, എങ്ങനെയെങ്കിലും ഇടിച്ച് കയറിക്കോളോ, നമുക്ക് അവിടെ നിന്ന് എങ്ങനെയാണ് കയറേണ്ടതെന്നൊന്നും പറഞ്ഞില്ല, എങ്ങനെയെങ്കിലും ഇടിച്ച് കയറിക്കോ, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ, അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു. എന്നിട്ട് ഞങ്ങൾ ട്രെയിനിൻ്റെ അടുത്തെത്തി. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു 10 പിള്ളേരുണ്ടായിരുന്നു. അതിൽ ബോയ്സും ഗേൾസും എല്ലാം മിക്സഡ് ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ കയറാൻ വേണ്ടി പോവായിരുന്നു. ഗേൾസ് കയറാൻ നിന്നു. ബോയ്സ് കയറാൻ നിന്നപ്പോൾ അവരെന്നെ അടിച്ചിട്ട് പറഞ്ഞു മുൻഗണന ഗേൾസിനും വുമൺസിനും അല്ലെങ്കിൽ ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കുമാണ്, ബോയ്സിന് ഇപ്പോൾ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവനെ അടിച്ചിട്ട് പുറത്തേക്ക് ആ സ്ഥലത്തേക്ക് വിടുകയാണ് ചെയ്തത്.
അങ്ങനെ ട്രെയിൻ എടുത്തു. ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്രൈനീസ് ഉണ്ടായിരുന്നു, ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നിൽക്കാനൊന്നും സ്ഥലമില്ല. ഒരു കുഞ്ഞൊരു 2 സീറ്റിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞി സ്പേസ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ഇത് ഞങ്ങൾ ആ കാർക്കീവിൽ നിന്ന് കറക്റ്റ് ലിവീവിക്കാണ് എത്തേണ്ടത്. നോക്കിയപ്പോൾ ഒരു 11 hours ട്രാവലിങ് അങ്ങനെയാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുഴപ്പമില്ല, 11 hours അല്ലേ, എങ്ങനെയൊക്കെ പെട്ടെന്ന് പോകുന്നൊക്കെ കരുതി. ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില സ്ഥലത്തുനിന്ന് ഓരോ ശബ്ദമൊക്കെ കേൾക്കാണ്ട്. ഓരോ ശബ്ദം കേൾക്കുമ്പോഴും പേടിയാണ്, എന്താ ഉണ്ടാവുകയെന്ന് അറിയില്ലല്ലോ. എന്നിട്ട് കീവിലെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം നടക്കുന്ന സ്ഥലമായിരുന്നു അവിടെ. ഒരു 7 മണി സമയത്താ തോന്നുന്നു ഞങ്ങളവിടെ എത്തിയത്, രാത്രി 7 മണിക്ക്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു മിണ്ടാതിരുന്നോളോ, ഇനി എന്താ ഉണ്ടാവുക എന്ന് ഒട്ടും പറയാൻ പറ്റില്ല, എല്ലാവരോടും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. എന്താ വെച്ചാൽ അവിടെ ബോംബിടൽ നടക്കുന്നുണ്ട്, ശബ്ദം കേൾക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു മിണ്ടാതിരിക്കുക, ഫോണൊക്കെ സൈലൻ്റ് ചെയ്യേ. കീവ് എത്തിയപ്പോൾ ആ ട്രെയിനിൻ്റെ സ്പീഡ് ഭയങ്കരമായിട്ട് കുറച്ചു. കീവ് പിടിക്കാനായിരുന്നു റഷ്യക്കാർ യുദ്ധം ചെയ്യണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അത്രയും പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എന്താ ഉണ്ടാവുക എന്ന്. അങ്ങനെ മാർച്ച് 3 പുലർച്ചെയാണ് ഞങ്ങൾ എത്തിയത് ലിവീവ് പറഞ്ഞ സ്ഥലത്ത്. അവിടുന്ന് ഒരു ബസ് യാത്ര ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു എത്രയോ മണിക്കൂർ പോയാലാണ് നമുക്ക് പോളണ്ടിൻ്റെ ബോർഡറിലേക്ക് എത്തുക. ഞങ്ങളതിനെ പോളണ്ടിൻ്റെ ബോർഡറിലേക്കാണ് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല കുറേ പേര് റൊമാനിയയ്ക്കും വേറെ ഓരോ സ്ഥലത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആ പോളണ്ടിൻ്റെ ബോർഡറിലെത്തി. അത് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് സമാധാനമായത്. ഞങ്ങൾക്കൊക്കെ അവിടെ കുറേ ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു, പോളണ്ടിൻ്റെ വക തന്നെയായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ എല്ലാ പിള്ളേരുടെയും ഇമിഗ്രേഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങളതിനെ അവിടുന്ന് ഇന്ത്യൻ എംബസിയുടെ ആൾക്കാരവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അതിലൊരു മലയാളിയായിരുന്നു ഉണ്ടായിരുന്നത്. ആൾ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇനിയൊരു പ്രശ്നമില്ല, ഇനി നമുക്ക് ഇവിടുന്ന് പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളതിനെ ഹോട്ടലിലേക്ക് കൊണ്ടുപോവാണ് ചെയ്തത്. ഒരു ബസ്സിൽ കയറ്റിയിട്ട് ഞങ്ങളെ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. അവിടെ യുക്രൈനിൽ നിന്ന് വരണ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഓരോരോ ബെഡ് ഇട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഓരോ ആൾക്കാർക്ക് ഓരോ സ്ഥലം അലോട്ട് ചെയ്തു. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ സന്തോഷമാണ്. ഇത്രയും ദിവസം കഷ്ടപ്പെട്ടതിൻ്റെ ബെഡൊക്കെ കാണുമ്പോൾ അത്രയും വലിയ ലക്ഷറി കിട്ടിയ ഒരു ഫീലായിരുന്നു ഉള്ളിൽ. എന്നിട്ട് ഞങ്ങൾക്ക് ആവശ്യത്തിന് ഫുഡും എല്ലാം കിട്ടി. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ഡൽഹിക്ക്. അങ്ങനെ തിരിച്ച് ഡൽഹിയിലെത്തി, ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. എന്നിട്ട് അന്ന് തന്നെ രാത്രി ഞങ്ങൾ അവിടുന്ന് ഫ്ലൈറ്റ് കയറി ഡൽഹിയിൽ നിന്ന്. എന്നിട്ട് കൊച്ചി എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. അവിടുന്ന് വേണമെങ്കിൽ പാരൻസ് വന്ന് വിളിക്കാം, അല്ലെങ്കിൽ KSRTCയുടെ ബസ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലാണ് വന്നത്. എൻ്റെ വീട്ടുകാർ പെരുമ്പിലാവ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ നെടുമ്പാശ്ശേരി പോകേണ്ടി വന്നില്ല. അവിടുന്ന് KSRTC ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കോഴിക്കോട് പോണതായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സൗകര്യം പെരുമ്പിലാവ് പോവുകയാണ്. അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് പിക്ക് ചെയ്തു അവളെന്നെ. അന്ന് പിന്നെ 2ാമത്തെ മോനും ഉണ്ടായിരുന്നു ഇവിടെ, അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. രാവിലെ ഒരു 8 മണി 9 മണി ആ സമയത്ത് ഞാൻ പെരുമ്പിലാവ് എത്തി. വീട്ടുകാരെ കണ്ടു. അത്രയും സന്തോഷമായി, സമാധാനമായി. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. സന്തോഷം കൊണ്ട് കരച്ചിലായിരുന്നു. ഞാനും മോളും കൂടിയിട്ട് അത്ര ഇതായി. അവർക്കും സന്തോഷമായി. എൻ്റെ അമ്മയൊക്കെ അത്രയും വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ അത്രയും ഹാപ്പിയായി. Беременна, приходится убегать, оставлять мужа, родителей в целях своей безопасности и все. Я хочу передать большой привет этой Российской Федерации, которая нас спасает. Вот, пожалуйста, как спасает. Скажи, а что у тебя с ногой случилось? Перелом. Откуда перелом? На бомбе. На мине подорвались. Это не рассказать даже словами и не описать, что вообще там происходило. Люди едят сырое мясо. Погибли пацаны мои. എന്തായാലും നോക്കാം.
hope for the best. മെട്രോയുടെ അടി കൂടെ 6 സ്റ്റേഷൻ, പുറകിൽ നോക്കി ഇത്ര പിള്ളേർ വരുന്നുണ്ട്. I can't bear the thought of many hundreds of millions of people dying in agony only and solely because the rulers of the world are stupid and wicked. Because the rulers of the world are stupid and wicked.